3 നില വീടും 3 കാർ പോർച്ച് മതിയാവാതെ പിന്നെയും വീടിന് മോടിക്കൂട്ടാൻ വെമ്പൽ കൊള്ളുന്ന മനുഷ്യ, നിങ്ങളുടെ കാഴ്ചയെ ഒരു ദയനീയ ചിത്രം കാണാൻ ക്ഷണിക്കുന്നു. ആദ്യം തന്നെ ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ, ഈ കാഴ്ച കണ്ടു കഴിയുമ്പോൾ ഇത് എവിടുത്തെ ആട്ടിൻകൂടാണെന്ന് ചോദിക്കരുത്. ഇത് ഒരു കുടുംബം താമസിക്കുന്ന വീടാണ്. പ്ലീസ്, ദയവ് ചെയ്ത് നിങ്ങളിതിനെ ആട്ടിൻകൂടെന്ന് വിളിക്കരുത്. അത് ആ പാവങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമായിരിക്കും. കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം മണ്ഡലത്തിൽ പൈവളികെ പഞ്ചായത്തിലെ മേർക്കളിയിലെ പരപ്പ് എന്ന സ്ഥലത്താണ് കണ്ടാൽ കരഞ്ഞു പോകുന്ന ഈ കാഴ്ചയുള്ളത്. കുറേ ഇപ്പുറം കാറ് നിർത്തി പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ ക്യാമറയും പിടിച്ചു നടക്കുമ്പോൾ ഞങ്ങൾ മനസ്സിൽ കരുതിയ ദുരിതത്തിനും ഒരുപാട് മേലെയായിരുന്നു നേരിട്ട് കണ്ട കാഴ്ചകൾ. ചെറിയൊരു കൂര, അതിൽ കൊച്ചു കൊച്ചു കള്ളികൾ പോലുള്ള 4-5 മുറികൾ. ചെറിയൊരു വീടും 4-5 മുറികളും അത്യാവശ്യം ജീവിക്കാൻ കൊള്ളാവുന്നതല്ലേ എന്ന് ചോദിച്ച് കാര്യത്തിൻ്റെ ഗൗരവം കുറക്കരുത്. ഇത് കണ്ടു തന്നെ അറിയണം. ഈ 5 മുറികളും ചേർത്താൽ നമ്മുടെ ഒരു ബെഡ്റൂമിൻ്റെ വലിപ്പം പോലും വരില്ല. ഇവിടെയാണ് 75-കാരൻ അബ്ദുള്ളയും ഭാര്യയും അയാളുടെ 2 പെൺമക്കളും 2 പേരക്കുട്ടികളും കഴിയുന്നത്. ഉപ്പയും ഉമ്മയും 2 പെൺമക്കളും കുസൃതിക്കാരായ 2 പേരക്കുട്ടികളും. സന്തുഷ്ട കുടുംബമെന്ന് വിശേഷിപ്പിക്കും മുമ്പ് ഇത് കേൾക്കുക. ഉമ്മ ഖദീജ മനോനില തെറ്റിയ സ്ത്രീയാണ്. 2 പെൺമക്കളും ഭർത്താക്കന്മാരെ ഉപേക്ഷിച്ച് വീട്ടിലാണ്. അവരുടെ 2 കുട്ടികളും ഈ ദുരിതത്തിൻ്റെ ഭാഗമാവുന്നു. ഓരോ മുറിയും ആടുകൾക്കുള്ളതാണ്. സത്യം പറഞ്ഞാൽ ആട്ടിൻകൂട്ടങ്ങൾക്കിടയിലാണ് ഈ പാവങ്ങൾ പകൽ ജീവിച്ചു തീർക്കുന്നതും രാത്രി കിടന്നുറങ്ങുന്നതുമെല്ലാം. ദാ കണ്ടോളൂ, ഈ വീട്ടിലെ ഡൈനിങ് റൂം എന്ന് വിശേഷിപ്പിക്കാവുന്ന മുറിയാണിത്. ഇത് ഈ ഭീമൻ ആടിനുള്ളതാണ്. കെട്ടിത്തൂക്കിയ ഈ പ്ലാവിലേക്ക് ചുവടിലുള്ള ഈ 2 ബെഞ്ചുകളിൽ +1 പഠിക്കുന്ന പെൺകുട്ടിയും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ കൊച്ചു പയ്യനും കിടന്നുറങ്ങും. വീട്ടിലിരുന്ന് വിശ്രമിക്കേണ്ട ഈ വയസ്സാൻ കാലത്തും കൂലിപ്പണിയെടുത്തും ആടിനെ മേയിച്ചും അബ്ദുള്ള കഷ്ടപ്പെടുന്നു. എല്ലാ മനുഷ്യർക്കും ലഭിക്കുന്ന സമാധാനം തിരക്കൊഴിഞ്ഞ് വീട്ടിലെത്തി വിശ്രമിക്കുന്ന ആ നിമിഷങ്ങളാണ്. എന്നാൽ അബ്ദുള്ളക്ക് അതും കണ്ണീരിൻ്റേതു മാത്രമാണ്. വീട്ടിലെത്തുമ്പോൾ സമനില തെറ്റിയ ഭാര്യ തെറിവാക്കുകൊണ്ട് ഉപദ്രവിക്കും. അപ്പോൾ ഒന്നും തിരിച്ചു പറയാനാവാതെ ആ മനുഷ്യൻ ഇപ്പുറത്തിരുന്ന് കണ്ണീര് വാർക്കും. മക്കളായ 35-കാരി ഉമൈറയും 30-കാരി മൈമൂനയും കന്നഡ കലർന്ന മലയാളത്തിൽ സങ്കടത്തോടെ പറഞ്ഞു, സാറേ, ഞങ്ങളുടെ ഉമ്മ എപ്പോഴും ഇങ്ങനെയാണ്. ഉറക്കം പോലുമില്ലാതെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കും. കഴിഞ്ഞ 30 വർഷമായി ഇങ്ങനെയാണ് അവരുടെ ജീവിതം. 2ാമത്തെ മകളെ പ്രസവിച്ച നേരത്താണ് ഇത്രയും സമനില തെറ്റിപ്പോയത്. ഉപ്പയെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. പാവം ഞങ്ങളുടെ ഉപ്പ. വൈകിട്ട് പണി കഴിഞ്ഞ് ക്ഷീണിച്ചു മടങ്ങുമ്പോൾ ഉമ്മ എന്തൊക്കെയോ പറഞ്ഞു ഓടിക്കാൻ ശ്രമിക്കും. ഉമ്മയ്ക്ക് വേണ്ടി ഒരുപാട് ചികിത്സ നടത്തി, ഒന്നും ഫലം കണ്ടില്ല. ദാ നോക്കൂ, മുഖത്ത് പൗഡറൊക്കെ വാരി വലിച്ചിട്ട് മൊത്തം കൺമഷി തേച്ച് കോലം കെട്ടി നിൽക്കും. പേരക്കുട്ടികളെ കണ്ടപ്പോഴാണ് കൂടുതൽ സങ്കടം തോന്നിപ്പോയത്. +1 പഠിക്കുന്ന മോളും 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനും ആട്ടിൻകൂട്ടങ്ങൾക്കിടയിൽ നിന്നാണ് വരുന്നതെന്ന് തോന്നുകയേയില്ല. അത്രയ്ക്കും സുന്ദരന്മാരായ കുട്ടികൾ. ഞാൻ ആലോചിച്ചത്, തങ്ങളുടെ കൂട്ടുകാരൊക്കെ തങ്ങളുടെ വീടിൻ്റെ മേനി കാണിച്ച് വാഹനങ്ങളുടെ പൊലിവ് പറഞ്ഞ് വലിയ ആളാവാൻ ശ്രമിക്കുമ്പോൾ ആട്ടിൻകൂട്ടിൽ നിന്ന് വരുന്ന ഈ കുഞ്ഞുമക്കൾ തങ്ങളുടെ വീടിനെക്കുറിച്ച് എന്തായിരിക്കും കൂട്ടുകാരോട് പറയുക? കിടന്നുറങ്ങാൻ ഇവിടെ ഒരു കട്ടിൽ പോലുമില്ല. പുൽപ്പായ വിരിച്ച് ചെളി പുരണ്ട നിലത്ത് അവർ കിടന്നുറങ്ങും. ആകെയുള്ളത് പകുതി പൊളിഞ്ഞ ഫൈബർ ചെയറാണ്. അലമാരിക്ക് പകരം പഴയ ബക്കറ്റും ജനാൽ കമ്പികളുമാണ് വസ്ത്രങ്ങൾ സൂക്ഷിക്കാനുള്ള ഇടം. ഇരുട്ട് നിറഞ്ഞ മുറികൾ. കഴിഞ്ഞ വേനൽ മഴയിൽ വീടിൻ്റെ ഒരു ഭാഗം തകർന്നു വീണു. എല്ലാ മുറികളും ഇപ്പോഴും ചോർന്നുകൊണ്ടിരിക്കുന്നു. ആടുകളുടെ കരച്ചിലുകൾക്കിടയിൽ മഴ നനഞ്ഞ് ചെളി പുരണ്ട് അവർ കിടന്നുറങ്ങുന്നു. കൂട്ടുകാരാ, മരണം പോലുമല്ല, ഇവിടെ ജീവിതമാണ് മനുഷ്യനെ തോൽപ്പിക്കുന്നത്. ഫാൻസി നമ്പറിന് വേണ്ടി, മൊബൈൽ റീചാർജിന് വേണ്ടി, ആഡംബര കല്യാണത്തിനും അതിൻ്റെ ആഡംബര പന്തലിനും വേണ്ടി പണം വാരിയെറിയുന്ന മനുഷ്യ, എപ്പോഴെങ്കിലും നിങ്ങൾ ഓർത്തിട്ടുണ്ടോ? 1 ലക്ഷം എന്നൊക്കെ പറഞ്ഞാൽ ഒരു പാവം കുടുംബത്തിന് ഒരു ജന്മം മുഴുവൻ ജീവിച്ചു തീർക്കാനുള്ള വീടാണ്. കുപ്പായം മാറുന്ന ലാഘവത്തോടെ കാറും ബൈക്കും മാറുന്ന തലമുറ. ജീവിതത്തെ ആഘോഷിച്ചു തീർക്കുന്നതിനിടയിൽ ഇതുപോലുള്ള ഈ ദയനീയ ജീവിതവും കാണാൻ നമുക്ക് കഴിയണം. മേർക്കളയിലെ ആട് ജീവിതത്തിനടുത്ത് നിന്ന് ക്യാമറമാൻ ഗണേഷ് പേഗിയോടൊപ്പം എബി കുട്ടിയാനും, ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.